വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് RRB JE എക്സാമിന് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when an owner can borrow money against the security of property and interest is paid, then it is called as. എന്താ അതിനെ പറയാ? അതായത് നമ്മളാണെങ്കിലും നമുക്ക് വായിച്ചാൽ തന്നെ കാര്യം പിടികിട്ടാവുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് അതിന് പണം വാങ്ങുകയാണ്, എന്നിട്ട് അതിന് ഇൻട്രസ്റ്റും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അല്ലെ മോർട്ട്ഗേജ്. മോർട്ട്ഗേജ് ലോൺ എടുക്കുക നമ്മൾ പറയും അല്ലെ, അതിനെയാണ് നമ്മൾ മോർട്ട്ഗേജ് എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ ഈ മോർട്ട്ഗേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടേംസ് കൂടി പഠിക്കാം, മോർട്ട്ഗേജുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള. അപ്പൊ മോർട്ട്ഗേജ് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കണേനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആരാണോ ലോൺ എടുക്കുന്നത് ആ ലോൺ എടുക്കുന്ന ആളെ നമുക്ക് മോർട്ട്ഗേജർ എന്ന് വിളിക്കാം. ഓക്കെ, ആരാണോ ലോൺ എടുക്കുന്നത്, ഹൂ ടേക്സ് ലോൺ, ലോൺ എടുക്കുന്ന ആൾ ആരാണോ അവരെ നമുക്ക് എന്ത് വിളിക്കാം? മോർട്ട്ഗേജർ എന്ന് വിളിക്കാം. ഇനി ആരാണോ നിങ്ങൾക്ക് ലോൺ തരുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? മോർട്ട്ഗേജി. മോർട്ട്ഗേജി എന്ന് വിളിക്കാം. മോർട്ട്ഗേജി. ഹൂ അഡ്വാൻസസ് ലോൺ. അഡ്വാൻസസ് ലോൺ. അപ്പം ലോൺ എടുത്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ അറിയാം, വെറുതെ ഓടിച്ചെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് പേപ്പേഴ്സും ഡോക്യുമെന്റ്സും ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ലോണിന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പേപ്പറുകൾ ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോർട്ട്ഗേജ് ഡീഡ്. മോർട്ട്ഗേജ് ഡീഡ്. എന്താ മോർട്ട്ഗേജ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലോൺ കിട്ടാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് മോർട്ട്ഗേജ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ബാക്കിയുള്ള ടേംസിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, ലീസ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് അല്ലെ. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുതരാം. ലീസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും കേട്ടിട്ടുണ്ടാവും, ലീസിന് കൊടുക്കുക, സ്ഥലം ഞാൻ ലീസിന് കൊടുത്ത് പൈസ വാങ്ങിച്ചു, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താ, ഒരാള് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്, അതിന് പൈസ വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലീസ് എന്ന് വിളിക്കാം, ലീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരാണോ ലീസ് എടുക്കുന്നത്, ലീസ് എടുക്കുന്ന ആൾ ആരാണോ അവരെ നമ്മൾ വിളിക്കുന്നത് ലീസ് ഹോൾഡർ അല്ലെങ്കിൽ ലെസ്സി എന്നാണ് കേട്ടോ. ലീസ് ഹോൾഡർ അല്ലെങ്കിൽ ലെസ്സി എന്നാണ്. ആരാണോ ലീസ് എടുക്കുന്ന ആളെയാണ് നമ്മൾ വിളിക്കാം. ഇനി ആരാണോ നമുക്ക് ലീസിന് തരുന്നേ ആളെ നമ്മൾ ലെസ്സർ എന്നാണ് വിളിക്കാം. ലെസ്സർ, നഷ്ടം സംഭവിച്ച ആളെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ, അങ്ങനെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. ലെസ്സർ, ആരാണോ ലീസിന് കൊടുക്കുന്നേ ആളെ നമുക്ക് എന്ത് വിളിക്കാം? ലെസ്സർ എന്ന് വിളിക്കാം. ഈ ഒരു മോർട്ട്ഗേജിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് ഈ പറയുന്ന ലീസ് ഹോൾഡറും അതുപോലെ തന്നെ ലെസ്സറും കേട്ടോ. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇത്രയും പോയിന്റ്സ് ആണ് പറയാനുണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, in building estimation the specifications are classified as. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ് 3 കാര്യം? നമുക്ക് ഒരു ഡ്രോയിങ് ആവശ്യമാണ്, സ്പെസിഫിക്കേഷൻ ആവശ്യമാണ്, ഡാറ്റ റേറ്റ് ആവശ്യമാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 രീതിയിലാണ് പറയാറുള്ളത്. ഏതൊക്കെയാണ്? ജനറൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും നമുക്കുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഉണ്ട്. സോ ഇവിടെ എന്താ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്, ജനറൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. അപ്പൊ എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? ജനറൽ സ്പെസിഫിക്കേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു വർക്കിനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കിട്ടുക. എന്ത് വർക്കാണ് ചെയ്യുന്നത്, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ ചെറിയ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് കിട്ടുക. എന്നാൽ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിന്റെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ആ ഒരു എസ്റ്റിമേറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. വേണമെങ്കിൽ ആ ഒരു എസ്റ്റിമേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺട്രാക്ടർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ജനറൽ എസ്റ്റിമേറ്റും
അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ജനറൽ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ജനറൽ സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാറുള്ളത്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത് കേട്ടോ. അതൊരു ചോദ്യം സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏത് സ്പെസിഫിക്കേഷൻ ആണ് യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ സ്പെസിഫിക്കേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം the rate of construction of a hospital is expressed in terms of cost per head. This type of estimate is called. ആ ടൈപ്പ് എസ്റ്റിമേറ്റിനെ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എസ്റ്റിമേറ്റുകൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. നമുക്ക് പ്രിലിമിനറി ആയിട്ടുള്ള എസ്റ്റിമേറ്റുകളും ഉണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകളും ഉണ്ട്. ഓക്കെ, അതില് പ്രിലിമിനറി എസ്റ്റിമേറ്റുകൾ നമ്മൾ വർക്ക് എക്സ്പീരിയൻസിന്റെ ബേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ്സ് ആണ്. വർക്കുകളെയൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എസ്റ്റിമേറ്റ് ആണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ആ പ്രിലിമിനറി എസ്റ്റിമേറ്റ് തന്നെ നമ്മൾ പല മെത്തേഡുകൾ പറയാറുണ്ട്. ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ പറയാറുള്ളത്? യൂണിറ്റ് ബേസ് മെത്തേഡ് പറയാറുണ്ട്, അതുപോലെ തന്നെ പ്ലിന്ത് ഏരിയ മെത്തേഡ് പറയാറുണ്ട്, ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് പറയാറുണ്ട്, ദെൻ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡും പറയാറുണ്ട്. ഈ 4 മെത്തേഡുകളിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് ആണ് പറയാനായിട്ട് പറ്റുക. ഇനി ഈ യൂണിറ്റ് ബേസ് മെത്തേഡ്, പ്ലിന്ത് ഏരിയ മെത്തേഡ്, ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്, ഈ 3 മെത്തേഡുകളിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത് ക്യൂബിക്കൽ കണ്ടന്റ് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കോസ്റ്റ് പെർ ഹെഡ് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എസ്റ്റിമേറ്റിനെ നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ് എസ്റ്റിമേറ്റ് അഥവാ നമ്മുടെ യൂണിറ്റ് ബേസ് എസ്റ്റിമേറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി പറയട്ടെ. നമ്മൾ പറഞ്ഞു ഇത് പ്രിലിമിനറി എസ്റ്റിമേറ്റിന്റെ മെത്തേഡുകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കോണ്ടിജൻസസിന്റെ വാല്യൂ ആയിട്ട് 5 to 10% ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മൾ എടുക്കുക. 5 to 10% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം ഇതാണ്. Which of the following area is not included in the carpet area? കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഭാഗം ഏതാണ് എന്നുള്ളതാണ്. സോ ഒരു ബിൽഡിങ്ങില് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആ ബിൽഡിങ്ങിന്റെ പർപ്പസ്, ആ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. ഈ കാർപ്പറ്റ് ഏരിയനെ തന്നെ നമ്മൾ ലിവബിൾ ഏരിയ, ലെറ്റബിൾ ഏരിയ എന്നുള്ള പേരുകളിലൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മളൊരു ബിൽഡിംഗ് എടുക്കുമ്പം അവിടുത്തെ കിച്ചൺ, പാൻട്രി, അതുപോലെ തന്നെ സാനിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും നമ്മൾ എവിടെ ഉൾപ്പെടുത്താറില്ല? ഈ ഒരു കാർപ്പറ്റ് ഏരിയയിൽ ഉൾപ്പെടുത്താറില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം walls along with the doors and other openings, entrance gate, veranda, corridor and passage, ഇതൊന്നും എവിടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാർപ്പറ്റ് ഏരിയയിൽ പറയാനായിട്ട് സാധിക്കില്ല. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് all of these ആണ്. മറ്റൊരു പോയിന്റ്, നമ്മൾ ഈ ഒരു കാർപ്പറ്റ് ഏരിയ എടുക്കുന്ന സമയത്ത് അതൊരു ഓഫീസ് ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ 60 to 65% ഓഫ് പ്ലിന്ത് ഏരിയ ആണ് നമ്മൾ ഒരു ഓഫീസ് ബിൽഡിങ്ങിന്റെ കാർപ്പറ്റ് ഏരിയ ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, കാർപ്പറ്റ് ഏരിയ ആയിട്ട് പറയാറുള്ളത്. ഇനി ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അത് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്ലിന്ത് ഏരിയയുടെ 50 to 65% നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഒരു കാര്യമുണ്ട്, 60 to 65 അല്ല, 60 to 75 കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു ഓഫീസ് ബിൽഡിങ്ങിന്റെ കാർപ്പറ്റ് ഏരിയ അതിന്റെ പ്ലിന്ത് ഏരിയയുടെ 60 to 75%, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ കാർപ്പറ്റ് ഏരിയ അതിന്റെ പ്ലിന്ത് ഏരിയയുടെ 50 to 65% നമ്മൾ പറയാറുള്ളത്. ഓക്കെ, കാർപ്പറ്റ് ഏരിയ. അതിന്റെ മറ്റുള്ള പേരുകൾ ലിവബിൾ ഏരിയ, ലെറ്റബിൾ ഏരിയ എന്നൊക്കെയാണ് കേട്ടോ. യൂസബിൾ ഏരിയ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ്റ്റിമേറ്റേഴ്സ് മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ്? ആരെയാണ് നമ്മൾ മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക?
ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ ഒരുപാട് തവണ പല എക്സാമുകൾക്കായിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, ആറാമത്തെ ചോദ്യം. എ പ്രൊജക്ട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഇൻക്ലൂഡ്സ്. നമ്മളൊരു കൺസ്ട്രക്ഷൻ പ്രൊജക്ട് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക? സോ നമ്മൾ എക്യുപ്മെന്റ് ആൻഡ് ഓവർ ഹെഡ് കോസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, ലേബറിന്റെയും മെറ്റീരിയൽ കോസ്റ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, പ്രോഫിറ്റ് ഓഫ് ദ കോൺട്രാക്ടർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഓൾ ഓപ്ഷൻസും ആൻസർ ആയിട്ട് ഇവിടെ പറയാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ ചോദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് ബിഡ്സ് ഓർ പ്രപ്പോസൽ ഇൻ റെസ്പോൺസ് ടു ആൻ ഇൻവിറ്റേഷൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഒരു വർക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മളൊരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭമായിട്ടുള്ള രീതിയിൽ എന്നാൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വലിയ ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടെൻഡറുകൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ പ്രപ്പോസലുകൾ ഇൻവൈറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് ലാഭകരമായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതിനെ നമ്മൾ ടെൻഡറിങ് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക. ടെൻഡറിങ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് RRB JE എക്സാമിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേഷനിലെ ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ ഇതോടുകൂടി നിങ്ങളെ അറിയിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൈലം ടെക്നിക്കൽ RRB JE സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് RRB JE എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം കൂടാതെ അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു സെപ്റ്റംബർ 11 തൊട്ട് 20 വരെയുള്ള ഡേറ്റുകളിൽ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീയിൽ ഒരു 10% വരെ ഓഫറും കിട്ടുന്നതാണ്. നമ്മുടെ ഓണവുമായിട്ട് പ്രമാണിച്ചിട്ടുള്ള ഒരു ഓഫറാണ്. സെപ്റ്റംബർ 11 തൊട്ട് 20 നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10% വരെ ഓഫറും ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക്, ഒരു കോച്ചിങ് വേണം എന്ന് തോന്നുന്നവർക്ക് നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. വളരെ ചിട്ടയായ രീതിയിലുള്ള സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ക്ലാസ്സസ്, എക്സാംസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കിട്ടുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 7 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് 8ാമത്തെ ചോദ്യം നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഡക്ഷൻ അറ്റ് ദ L ജംഗ്ഷൻ ഓഫ് ദ വോൾ ഫോർ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സെൻട്രൽ ലൈൻ ഈസ്. ഓക്കെ, L ജംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പൊതുവേ ചെയ്യാറുള്ളത്? ഡിഡക്ഷൻസ് ഒന്നും തന്നെ നമ്മൾ കൊടുക്കാറില്ല. ഇനി നേരെ മറിച്ച് T ജംഗ്ഷൻ ആണെങ്കിലും ക്രോസ് ജംഗ്ഷൻ ആണെങ്കിലും നമുക്ക് അവിടെ ഡിഡക്ഷൻ ആവശ്യമുണ്ട്. പക്ഷെ ഒരു L ജംഗ്ഷൻ വരുന്ന കേസിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാറില്ല? ഡിഡക്ഷൻസ് ഒന്നും തന്നെ കൊടുക്കാറില്ല. ഓക്കെ, 9ാമത്തെ ചോദ്യം ഇതാണ്. For big work or project, the percentage of estimated cost provided in the estimate for the purchase of tools and plans. നമ്മൾ ഒരു മേജർ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ടൂൾസ് ആൻഡ് പ്ലാൻസിന്റെ പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ 1 to 1.5% മാറ്റി വെക്കാറുണ്ട്. 1 to 1.5% ആണ് മാറ്റി വെക്കാറുള്ളത്. ഓക്കെ, 9ാമത്തെ ചോദ്യം അതായിരുന്നു. ഇതും പല എക്സാമുകൾക്കായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. Which of the following item of work are not measured in cubic meter? തന്നിട്ടുള്ളതിൽ ക്യൂബിക് മീറ്ററിൽ മെഷർ ചെയ്യാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം എർത്ത് വർക്ക് ഇൻ ഫൗണ്ടേഷൻ, എർത്ത് വർക്ക് നമ്മൾ മീറ്റർ ക്യൂബിൽ തന്നെയാണ് മെഷർ ചെയ്യാറുള്ളത്. ദെൻ വുഡ് വർക്ക്, അതും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ദെൻ RCC വർക്ക് ഫോർ ബീംസ്, അതും മീറ്റർ ക്യൂബിൽ തന്നെയാണ് വരാറുള്ളത്. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ മീറ്റർ സ്ക്വയറിൽ വരാൻ സാധ്യതയുള്ളൂ? പ്ലാസ്റ്റർ ഓൺ ബ്രിക്ക് വോൾ പ്ലാസ്റ്ററിങ്ങിന് മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? മെഷറിംഗ് യൂണിറ്റ്
പറയാറുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്